പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡബിൾ എക്സൽ സൈസ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലേസും കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തുണി ഞാൻ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുണി എങ്ങനെയാണ് മടക്കുന്നതെന്നുള്ളത് ഞാൻ ഈ പേപ്പറിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ തുണിയെങ്കിൽ ആദ്യം നമുക്ക് ഇതുപോലെ ലെങ്ത് വൈസ് ഒരു പ്രാവശ്യം ഒന്ന് മടക്കിയിടാം. എന്നിട്ട് മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡാണ്, ഞാൻ നിൽക്കുന്ന ഈ സൈഡ്. പിന്നെ നമുക്കിത് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ മടക്കാം. അപ്പോൾ ഈ ഒരു മടക്ക് വരുന്നത് മുകൾ ഭാഗത്താണ് വരുന്നത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മടക്ക് ഈ സൈഡും മുകളിലും വരും. പിന്നെ ഇതിൻ്റെ ഓപ്പൺ സൈഡ് ഈ സൈഡിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിവിടെ 3 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് നൈറ്റി ബീറ്റ് അല്ല, ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇനി നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഫുൾ ലെങ്ത്ത് നൈറ്റിക്ക് 53 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 54.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഷോൾഡർ 15 ആണ്. അതിൻ്റെ ഹാഫ് 7.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് ആം ഹോളും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 42 ആണ്. അതിൻ്റെ 1/4 ഭാഗം മാർക്ക് ചെയ്യണം. അപ്പോൾ 1/4 ഭാഗം 10.5 വരും. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതും കൂടി ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുത്തു. അതിന് ശേഷം വേസ്റ്റ് ലെങ്ത്ത് എനിക്ക് വരുന്നത് 15 ഇഞ്ചാണ്. ആ 15 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റ് റൗണ്ട് എനിക്ക് 40 വരുന്നത്. അതിൻ്റെ 1/4 ഭാഗം 10 ഇഞ്ച് വരും. 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഹിപ്പ് ലെങ്ത്ത് എനിക്ക് വരുന്നത് 21.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പ് റൗണ്ട് 46 ഇഞ്ചാണ് വരിക. അതിൻ്റെ 1/4 ഭാഗം 11.5 വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഹിപ്പ് ലൈനും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ബാക്കി ഭാഗം നമുക്ക് മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് താഴത്തെ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ഇറക്കം ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്, ഫ്രണ്ട് നെക്കിൻ്റെ. അതും മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. അതുപോലെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതും ഇതുപോലെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരയ്ക്കണം. അപ്പോൾ ഈ ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ട് താഴത്തോട്ടുള്ള മെഷർമെൻ്റ് ഒന്ന് നോക്കുക. 7 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഈ കോർണറിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആം ഹോൾ വരച്ചെടുക്കുക. ഇത് ബാക്ക് ആം ഹോളാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കാം. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാക്ക് ആം ഹോൾ വഴി തന്നെ കട്ട് ചെയ്യണം. എന്നിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് ആം ഹോൾ വഴിയാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം, വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ. ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ 2 ക്ലോത്ത് രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. ഇത് മടക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ്. അത് നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് 10.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് ആണ്. സ്ലീവ് ലെങ്ത്ത് എനിക്ക് 6.5 വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ 8 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ താഴത്തോട്ടേക്കൊരു ലൈൻ ഒന്ന് വരച്ചെടുത്തു.
ഇനി താഴെ നമുക്ക് ഈ ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആണ് വരുന്നത്. അത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ആ ലൈനിൽ കൂടി നമുക്കൊരു പോയിന്റിൽ കൂടി ഒരു ലൈൻ ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം ആ ലൈനിൽ നമുക്കൊരു 3.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്, 3.5 ഇഞ്ച്. അത് കൊടുത്തു. ആ പോയിന്റിൽ നിന്ന് ഈ കോർണറിലേക്ക് ഇതുപോലെ ഒരു ചെരിഞ്ഞ ലൈൻ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് താഴത്തോട്ടേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരക്കാം. ഇനി നമുക്കിവിടെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ സ്ലീവ് റൗണ്ട് എനിക്ക് ടോട്ടൽ 14 ആണ് വരുന്നത്. അതിൻ്റെ ഹാഫ് 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ഇഞ്ച് ഞാനൊരു സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കത് ഇതുപോലെ വരച്ചിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിൻ്റെ ഈ ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത് ഒന്ന് മെഷർ ചെയ്യുക. അപ്പോൾ 9.5 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 4.25 ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടുന്ന് താഴത്തോട്ടേക്ക് ഉള്ളിലോട്ട് 1/2 ഇഞ്ച് കയറ്റിയിട്ടും അതുപോലെ ഇവിടെ പുറത്തോട്ടേക്ക് 1/2 ഇഞ്ച് കയറ്റിയിട്ടും ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് കർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് വിട്ടില്ലേ, അതുപോലെ ഫ്രണ്ട് സ്ലീവിലും സ്ലീവിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തും കുഴിച്ച് കട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് കയറ്റിയിട്ട് ഇവിടുന്ന് മുതൽ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പം ആ ഭാഗം ഫ്രണ്ടിലാണ് വരേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ ക്യാൻവാസ് ഇതുപോലെ 2ആയി മടക്കിയിട്ട് ഒരു ലൈൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നെക്ക് വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതും കൂടി ഇവിടെ 2 സൈഡിലുമായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ പോയിൻ്റെല്ലാം യോജിപ്പിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കാം, ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ. അതിന് ശേഷം നമുക്കിതാ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ചിൽ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം, വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വരച്ച ലൈനിൻ്റെ എല്ലാം സൈഡിലോട്ടേക്ക് ഓരോ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഷേപ്പിലാണ് നമ്മളിവിടെ നെക്ക് ചെയ്യുന്നത്. ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു ചെറിയ പീസ് ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 ഭാഗത്തും. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ ഫ്രണ്ട് പീസിൽ അതിൻ്റെ നല്ല വശത്ത് നമ്മളിപ്പം റെഡിയാക്കി എടുത്ത ഈ പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ നമുക്കിതിൻ്റെ സൈഡിലേക്ക് കൂടെ ഈ ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ച് ഇത് അപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് ഇടുമ്പം എളുപ്പത്തിൽ തിരിച്ചിടാൻ വേണ്ടിയാണ് നോച്ചസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ തിരിച്ച് അപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ലേസ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്ക് ഒരു 8 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ ഈ ലൈനൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ലേസ് ഇതുപോലെ വെച്ച് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കാണുന്ന രീതിയിൽ ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഈ ലേസ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക്
സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലേസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഷോ ബട്ടൺ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യണം. ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ 3.5 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത് ബാക്ക് നെക്കിന്. അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് യു ഷേപ്പിൽ തന്നെ. ബാക്കിൽ ഞാൻ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലും എല്ലാം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. എന്നാലും ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഒരു യൂനെക്കിൻ്റെ സൈഡിലായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ക്രോസ് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഷോൾഡർ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ ബാക്കിൽ അറ്റാച്ച് ചെയ്ത ക്രോസ് പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡറെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവിന് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിൽ നമ്മൾ നെക്കിൽ കൊടുത്ത അതേ ലേസ് തന്നെ സ്ലീവിലും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതിനുവേണ്ടി ഇതാ ഇതുപോലെ ലേസ് വെച്ചിട്ട് സ്ലീവിലും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ലീവിൽ ഫ്രണ്ടിൽ വരേണ്ട ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്കിങ് ഫ്രണ്ടിൽ വരുന്ന ആ ഭാഗത്ത് തന്നെ സ്ലീവ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്റർ ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം
അതാ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇതുപോലെ ഈ സൈഡിലോട്ടേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തെ ഭാഗം ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുപോലെ സ്ലീവ് ഈ ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ചെറിയ ഏറ്റക്കുറച്ചിൽ എന്തെങ്കിലും സ്ലീവിൽ വന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ നോക്കിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവ് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നൈറ്റി തിരിച്ചിട്ടിട്ട് നമുക്ക് ആ സൈഡെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ കൊടുത്ത സീം അലവൻസ് ഓരോ ഭാഗത്തും മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ലീവ് ഓപ്പണിങ് ഞാൻ 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തത്. അത് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് 15 എടുത്തത്. അതിൻ്റെ നേരെ സൈഡിൽ 1.5 ഇഞ്ച് ഇതുപോലെ സീം അലവൻസ് മാർക്ക് ചെയ്യുന്നു. ഹിപ്പ് ഞാൻ 21.5 എടുത്തിരുന്നത്. അതിൻ്റെ നേരെ അവിടെയും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻ്റ് എല്ലാം കൂടി ഞാനൊരു ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വരച്ചിരിക്കുന്ന ലൈനിൽ കൂടി തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അതുപോലെ രണ്ട് സൈഡിലും ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സൈഡെല്ലാം ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ താഴത്തെ ഭാഗത്തൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലേസിൻ്റെ സെൻറ്ററിലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഷോ ബട്ടണും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഷോ ബട്ടണും കൂടി ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നൈറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.